എപ്പിസോഡിന്റെ തുടക്കത്തിൽ തകർന്ന വേവിഡ് നഗരവും കൊല്ലപ്പെട്ട അവിടുത്തെ ജനങ്ങളെയൊക്കെ കണ്ട് നടന്നു വരികയാണ് ഡോക്ടർ ഡേവിഡ് പിൽച്ചർ. പുള്ളിക്കാരൻ ഇപ്പോൾ അല്പം കൂടി ചെറുപ്പമാണ്. ഈ വേവിഡ് പൈൻസിൽ ഇതെന്താവും സംഭവിച്ചത് നമുക്ക് നോക്കാമേ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ വേവിഡ് പൈൻസിലെ ആകാശത്ത് താൻ ഒരിക്കലും ഒരു വിമാനം പോലും കണ്ടിട്ടില്ലെന്ന് കൊല്ലപ്പെട്ട ബവേർലി പറഞ്ഞത് ഓർമ്മയില്ലേ? ഇവിടെ ഇപ്പോൾ അതേ ആകാശത്ത് ഒരു ഹെലികോപ്റ്റർ പറക്കുന്നത് കൗതുകത്തിൽ നോക്കി നിൽക്കുകയാണ് അവിടെയുള്ള ഒരു കൊച്ചു പെൺകുട്ടി. ആ ഹെലികോപ്റ്ററിൽ ഈദിനെയും കൂട്ടി കുന്നിൻ മുകളിലുള്ള തൻ്റെ സയന്റിഫിക് ലാബിലേക്ക് പറന്നെത്തുകയാണ് പിൽച്ചർ. ഇവിടെ നിന്നായിരുന്നു വേവിഡ് പൈൻസിലേക്ക് വേണ്ട കെട്ടിട നിർമ്മാണ സാധനങ്ങളും തുണികളും ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷനും എന്തിനേറെ ഈ സ്ഥലത്ത് നിന്നായിരുന്നു വേവിഡ് പൈൻസ് നിരീക്ഷിച്ചുകൊണ്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് തന്നെ പ്രവർത്തിക്കുന്നത്. ഈ കാര്യങ്ങൾ ഈദനോട് പറഞ്ഞ് നടക്കുകയാണ് പിൽച്ചർ. വേവിഡിലേക്കുള്ള ഫുഡ് സ്റ്റോറേജ് ഈദൻ കണ്ടിട്ടുള്ളത് ചോദിക്കുകയാണ് പാം. ആ ബിൽഡിങ്ങിനുള്ളിൽ നോക്കി നടക്കുന്ന ഈദൻ അവിടെ ഒരു ക്യാബിനിൽ ആരുടെയോ കോള് വരുന്നതും ആ കോൾ അറ്റൻഡ് ചെയ്യുന്ന ലേഡി, ഐ എം സോറി മിസ്റ്റർ ജോൺസൺ, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണെങ്കിലും നിങ്ങളുടെ മെസ്സേജ് ഞങ്ങൾ അവരെ അറിയിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ട് മുൻപ് താൻ നാട്ടിലേക്ക് കോൾ ചെയ്തപ്പോഴൊക്കെ അപ്പോൾ ഇവരായിരിക്കും കോൾ എടുത്ത് സംസാരിച്ചത് എന്ന് മനസ്സിലാക്കി ഈ ആളുകളൊക്കെ ആരാ എന്ന് ചുറ്റും കാണുന്നവരെ പറ്റി തിരക്കുകയാണ്. അതിന് 200ഓളം വരുന്ന വോളണ്ടിയേഴ്സ് ആണ് അതെന്നും അവരുടെ ഭക്ഷണം, ജോലി, താമസം എല്ലാം ഈ കോംപ്ലക്സിലാണെന്നും ഇവിടെ നടക്കുന്ന റിസർച്ചിന് പിന്നിലെ മഹത്വം മനസ്സിലാക്കിയ അവരെല്ലാം തങ്ങളുടെ കുടുംബങ്ങളെ പോലും ഉപേക്ഷിച്ച് തന്നെ സഹായിക്കാൻ ഒപ്പം കൂടിയതാണെന്നും അവരൊക്കെ ഇല്ലെങ്കിൽ തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും സാധ്യമാവില്ലായിരുന്നു എന്നും അറിയിക്കുകയാണ് പിൽച്ചർ. പെട്ടെന്ന് എന്തോ ഒരു എമർജൻസി വന്ന് അവിടുന്ന് പോവുകയാണ് പിൽച്ചർ. അതോടെ ഈദിനെ കൂട്ടി നടക്കുകയാണ് പാം. ആ സീൻ അവിടെ കട്ടായിട്ട് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന തെരേസ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന ബെന്നിനെ കണ്ട് അടുത്ത് വന്ന്, ബെൻ എന്താ പറ്റിയേ? ആ പെങ്കൊച്ചു കാരണമാണോ നീ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് പ്രേമിക്കാൻ പോയ ഇങ്ങനെ ഇരിക്കുമെന്ന പോലെ തിരക്കുമ്പോൾ ഈ ലോകത്തിൽ ബില്യൺസ് കണക്കിന് ജനങ്ങളുണ്ട്. ഓരോ ദിവസവും ഒരുപാട് കുട്ടികൾ ജനിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും വലിയ ലോകത്തിൽ ഞാനൊക്കെ ഒന്നുമല്ല, ജീവിച്ചിരുന്നു എന്ന് പോലും പറയാനില്ല എന്ന് ഇന്നത്തെ ക്ലാസിൻ്റെ ഹാങ് ഓവറിൽ പറയുകയാണ് ബെൻ. അത് കേട്ട് ഇതൊക്കെ നോർമൽ ചിന്തകളാണെന്നും പക്ഷെ ഇപ്പോൾ ബെൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തിനാണെന്നും തിരക്കുന്ന തെരേസ ബെന്നിൻ്റെ മനസ്സ് ഓക്കെ അല്ലെന്ന് മനസ്സിലാക്കി ബെന്നിനെ ഹഗ് ചെയ്ത് സമാധാനിപ്പിച്ച് അവന് കഴിക്കാൻ വല്ലതും എടുക്കാമെന്ന് പോവുകയാണ്. പിറ്റേ ദിവസം കെയ്റ്റിൻ്റെ ടോയ് സ്റ്റോറിലേക്ക് വരികയാണ് ടെഡ് എന്ന അവിടെയുള്ള ചെറുപ്പക്കാരൻ. കെയ്റ്റിന് ഒരു പാഴ്സൽ നൽകുന്ന അയാൾ, ഇവിടെ എന്തോ പാക്കേജ് എടുക്കാനുണ്ടെന്ന് അന്ന് പറഞ്ഞിരുന്നില്ലേ, അത് അകത്താണോ എന്ന് അവരോട് തിരക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയില്ലാത്ത കെയ്റ്റ് അവിടുത്തെ ക്യാമറാസും മൈക്സും കേൾക്കാതെ അയാൾക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കി അയാളെ അകത്തേക്ക് വിളിക്കുകയാണ്. ശേഷം ഹറോൾഡുള്ള ആ റൂമിനുള്ളിൽ കയറുന്ന കെയ്റ്റ്, നീ ഇതെന്ത് തേങ്ങ ഉദ്ദേശിച്ചത്? നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റില്ലെന്ന് അറിയില്ലേ? ഇങ്ങനെ മാറിയെന്ന അവർക്ക് സംശയം ഉണ്ടാവും എന്ന് അയാളോട് ചൂടാവുകയാണ്. അതെ, കെയ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. ഇവിടുന്ന് ചാടാൻ എന്തോ പ്ലാനൊക്കെ ഇടുന്ന ആളുകളുടെ ലീഡറാണ് ഈ കെയ്റ്റ്. നിയമലംഘനത്തിന് കൊല്ലപ്പെട്ട പീറ്ററും ഇവരിൽ ഒരാളായിരുന്നു. അയാളുടെ പക്കൽ ഇവർ ഏൽപ്പിച്ച എന്തോ ഒരു പാക്കേജ് കണ്ടെത്താൻ വേണ്ടിയുള്ള മീറ്റിംഗ് ആയിരുന്നു ഈ നടക്കുന്നത്. ആ പാക്കേജ് പീറ്ററിന്റെ വീട്ടിലൊക്കെ തിരഞ്ഞ ടെഡിന് അത് കണ്ടെത്താൻ പറ്റിയില്ലെന്ന് നിൽക്കുമ്പോൾ അയാൾ വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ പോയി തിരയാൻ പറയുകയാണ് കെയ്റ്റ്. എന്നാൽ അവിടെ ക്യാമറാസും മൈക്സും ബില്ലും പുതിയ സ്റ്റാഫ് തെരേസയൊക്കെ ഉണ്ടെന്ന് അവിടെ അങ്ങനെ എളുപ്പത്തിൽ തിരച്ചിൽ നടക്കില്ലെന്ന് നിൽക്കുകയാണ് ടെഡ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ തെരേസ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ 8 വർഷം ഇവിടെ ജോലി ചെയ്ത് തെരേസയേക്കാൾ സീനിയോറിറ്റി തനിക്കുണ്ടായിട്ടും തനിക്ക് തെരേസയുടെ പോസ്റ്റ് കിട്ടാത്തതിലുള്ള ദേഷ്യത്തിൽ ജോലി റിസൈൻ ചെയ്ത് പോകുവാണെന്ന് കലിപ്പിൽ അവിടുന്ന് പോകാൻ നിൽക്കുകയാണ് അവിടെയുള്ള പീറ്ററിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ഹെൻറൈറ്റ എന്ന ലേഡി. അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു നിൽക്കുകയാണ് ബിൽ. അവർക്ക് പിന്നാലെ പോകുന്ന തെരേസ തനിക്ക് ഈ പോസ്റ്റ് ഒന്നും വേണ്ടെന്ന് താൻ ബില്ലിനോട് പറഞ്ഞതാണെന്നും താൻ ഇവിടുന്ന് സിയാറ്റിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുവാണെന്നും താൻ തലേ ദിവസം പരിചയപ്പെട്ട പുതിയ ക്ലയന്റ് ഇവിടെ ചിലതൊക്കെ കണ്ടെന്നും എല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ, തെരേസ ഇവിടുന്ന് ചാടാൻ നീ വല്ലതും ചെയ്യാൻ കരുതുന്നുണ്ടെങ്കിൽ അതത്ര നല്ലതിനല്ല. കണ്ടില്ലേ പീറ്ററിന്റെ അവസ്ഥ? പ്ലോട്ട് 33 പുറത്തേക്ക് പോകാമെന്ന് അവൻ ചിന്തിച്ചു വെച്ചിരുന്നതാ എന്ന് തെരേസയുടെ ഇവിടുന്ന് പോകാമെന്ന ചിന്ത അപകടമാണെന്ന് അവർ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പറഞ്ഞ ഈ പ്ലോട്ട് 33 എന്താണെന്ന് തിരക്കി നിൽക്കുകയാണ് തെരേസ. അതിന് എന്താ നിനക്കും ചാവണോ എന്നവിടുന്ന് പോവുകയാണ് ആ ലേഡി. മറുവശത്ത് പിൽച്ചറിന്റെ കോംപ്ലക്സിൽ ഈദിന് തന്നോട് ദേഷ്യമുണ്ടോ എന്നൊക്കെ തിരക്കി ഇവിടെ ഈദിന് വിചിത്രമായി തോന്നുന്ന പലതിനും പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് അയാളുടെ കയ്യിലെ മുറിവിൽ സ്റ്റിച്ചിട്ട് നിൽക്കുന്ന പാം. വേവിഡ് പൈൻസിന്റെ ഉദ്ദേശം നമ്മളെല്ലാരെക്കാളും വലുതാ.
ഡേവിഡിന് ഇപ്പോൾ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ഈതൻ. നിങ്ങൾ വേവിഡ് പൈൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്ന് പറയുമ്പോഴാണ് പാമിന് എമർജൻസി കോൾ വരുന്നത്. അതോടെ തൻ്റെ പേര് പമേല പിൽച്ചർ എന്നാണെന്നും താൻ ഡേവിഡ് പിൽച്ചറിൻ്റെ സഹോദരിയാണെന്നും ഈതനെ അറിയിച്ച് ഡേവിഡ് ഉടൻ ഈതനരികിൽ വരുമെന്നും കാര്യങ്ങളൊക്കെ ഈതൻ മനസ്സിലാക്കുമെന്നും പറഞ്ഞിട്ട് പോവുകയാണ് പാം. അവിടെ ഒറ്റയ്ക്കായ ഈതൻ പുറത്ത് എന്തൊക്കെയോ മുരൾച്ചകൾ കേട്ട് അത് നോക്കാനായി നടക്കുകയാണ്. അവരുടെ ഇരുട്ടായി കിടന്ന ലാബിൽ നിന്നായിരുന്നു ആ ശബ്ദം. പെട്ടെന്ന് ഈതന് മുൻപിൽ വരികയാണ് ഒരു ആബി. ഭയന്ന് പിന്നോട്ടേക്ക് ആഞ്ഞു പോകുന്ന ഈതൻ ധൈര്യം വീണ്ടെടുത്ത് ഗണ്ണെടുത്ത് അതിനെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുന്നതും അവിടെ ലൈറ്റ്സ് തെളിയുകയാണ്. ഒപ്പം ഡോക്ടർ പിൽച്ചറും അവിടെ എത്തിയിരുന്നു. ലൈറ്റ്സ് ഇട്ടതോടെ ആ ആബി ഒരു കണ്ണാടിക്കൂടിനുള്ളിലാണെന്ന് കാണുന്ന ഈതൻ ആരാ ഇത് എന്ന് തിരക്കുമ്പോൾ ഡിസ്റ്റന്റ് കസിനായിട്ട് വരും എന്ന് തമാശ രൂപത്തിൽ മറുപടി പറയുന്ന പിൽച്ചർ. 1990കളുടെ അവസാനത്തിൽ പിൽച്ചർ ഉൾപ്പെടുന്ന സയന്റിഫിക് കമ്പനി മനുഷ്യന്മാരുടെ DNA-യിൽ വളരെ നേർത്ത ഒരു മ്യൂട്ടേഷൻ നടക്കുന്നതായി കണ്ടെത്തിയെന്നും ഇതൊക്കെ നമ്മൾ ഈ പ്രകൃതിയിൽ പല മാറ്റങ്ങളും വരുത്തിയതിന്റെ ഫലമാണെന്നും അതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ താൻ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. പക്ഷേ ആർക്കും താൻ പറയുന്ന കാര്യം ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് ഈതനെ അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ 1990 കാലഘട്ടത്തിലെ പിൽച്ചറിനെയും പാമിനെയുമാണ്. ആ മീറ്റിംഗിന് ശേഷം നിരാശനായി മനുഷ്യനിൽ ഈ നടക്കുന്ന ജനിതക മാറ്റങ്ങൾക്കെതിരെ തനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്നിരിക്കുന്ന പിൽച്ചറിനരികിൽ വരുന്ന പാം ഈ മാറ്റങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നടക്കുന്നതിനാൽ തങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് തിരക്കി. എന്താണെങ്കിലും പിൽച്ചറിന് ഫുൾ സപ്പോർട്ടായിട്ട് താനുണ്ടെന്ന് അറിയിക്കുകയാണ്. അത് കേട്ട് ഡ്രഗ് അഡിക്ഷൻ ഇപ്പോൾ അങ്ങോട്ട് മാറി വന്ന് നീ എനിക്കൊപ്പം നിന്ന് ഈ മനുഷ്യവംശത്തെ സംരക്ഷിക്കാൻ പോകുന്നല്ലേ, കൊള്ളാം എന്ന് വീണ്ടും നിരാശഭാവത്തിലിരിക്കുന്ന പിൽച്ചറിനെ കളിയാക്കി ഭക്ഷണം കഴിക്കാമെന്ന് അവിടുന്ന് പോവുകയാണ് പാം. പക്ഷേ പാം പറഞ്ഞതുപോലെ ഒരുപാട് കാലങ്ങളെടുത്താണ് ഈ മാറ്റങ്ങൾ നടക്കുന്നത്. അതിന് തനിക്ക് ഇപ്പോഴേ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതിന് പകരം പല വർഷങ്ങൾക്ക് ശേഷം ഈ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ അന്ന് എല്ലാവരെയും തനിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിലും സെലക്റ്റഡ് ആയ കുറച്ചുപേരെങ്കിലും സംരക്ഷിക്കാമെന്ന ആലോചന വന്ന പിൽച്ചർ തൻ്റെ ആശയങ്ങൾ ഉൾപ്പെടുത്തി ഒരു ബുക്ക് എഴുതി അത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ പ്ലോട്ട് 33യെ കുറിച്ച് കേട്ട തെരേസ അതിന്റെ സർവേയർ മാപ്പ് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തെരേസ എന്തോ തിരയുന്നത് കണ്ടുവരുന്ന ബിൽ കാര്യം ചോദിച്ച് മനസ്സിലാക്കി. നോക്ക്, ഞാൻ നിന്നോട് സർവേയർ മാപ്പ് നോക്കി എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ മാത്രം നീ അത് ചെയ്താൽ മതി കേട്ടല്ലോ. അതുകൊണ്ട് പ്ലോട്ട് 33 ഒക്കെ അങ്ങ് മറന്നുകളാം എന്ന് കലിപ്പാവുകയാണ്. ആ സമയത്താണ് അവിടേക്ക് കെയ്റ്റ് വരുന്നത്. തെരേസയോട് പുറത്തേക്ക് പോകാമെന്ന് വിളിക്കുകയാണ് കെയ്റ്റ്. ആ സീൻ അവിടെ കട്ടായിട്ട്. മറുവശത്ത് മനുഷ്യന്മാരെ വെച്ച് പരീക്ഷണം ചെയ്യുന്നത് വളരെ അപകടവും നിയമവിരുദ്ധവുമാണെന്ന് താൻ ഈ ലാബ് വളരെ രഹസ്യത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നും ഇവിടേക്ക് വേണ്ട ഫണ്ട് പല പല ട്രസ്റ്റുകളിൽ നിന്നും ചാരിറ്റീസിൽ നിന്നുമാണ് ലഭിച്ചതെന്നും ഇതിനോട് കാര്യങ്ങൾ പറഞ്ഞു നടക്കുകയാണ് പിൽച്ചർ. അത് കേട്ട് ഇത് അന്വേഷിക്കാൻ ഇവിടേക്ക് തങ്ങൾ പറഞ്ഞുവിട്ടതായിരുന്നു കെയ്റ്റിനെയും ഈവൻസിനെയും എന്ന് ഓർത്തു പറയുകയാണ് ഈതൻ. അപ്പോഴേക്കും അവിടെ ഇവർ പരീക്ഷണാർത്ഥം കൊണ്ടുവന്ന മിസോറയിൽ നിന്നുള്ള ഒരു ടീച്ചറിനെ വന്ന് ചെക്ക് ചെയ്യുകയാണ് പിൽച്ചർ. അതെല്ലാം കണ്ട് നിൽക്കുകയാണ് ഈതൻ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ തെരേസയും കൂട്ടി റെസ്റ്റോറൻറ്റിൽ വന്ന കെയ്റ്റ് തെരേസയോട് തനിക്കും ഭർത്താവിനും പുതിയൊരു വീട് വേണമെന്ന പോലെ സംസാരിക്കുകയാണ്. അത് കേട്ട് കെയ്റ്റിന് ശരിക്കും തന്നോട് എന്താ പറയാനുള്ളതെന്ന് സംശയത്തിൽ തിരക്കുകയാണ് തെരേസ. അതിന് തനിക്കിപ്പോൾ ഈതനുമായി യാതൊരു ബന്ധവും ഇല്ലെന്നും ഇത് ഒരു ചെറിയ ടൗൺ ആയതിനാൽ തങ്ങൾക്ക് കൂടെ കൂടെ കാണേണ്ടി വരുമെന്നും അതിനാൽ തങ്ങൾക്കിടയിൽ ഇനി ഇതിൻ്റെ പേരിൽ യാതൊരു പ്രശ്നവും വേണ്ടെന്നും ഇരിക്കുകയാണ് കെയ്റ്റ്. സത്യത്തിൽ കെയ്റ്റിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. തെരേസയെ ഓഫീസിൽ നിന്ന് മാറ്റിയ കെയ്റ്റ് ടെഡിനെ പീറ്റർ വെച്ച പാഴ്സൽ തിരയാൻ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു. അപ്പോഴേക്കും തെരേസയുടെ ഓഫീസിൽ തെരേസയ്ക്ക് ഒരു പാഴ്സൽ ഉണ്ടെന്ന് വന്നു നിൽക്കുന്ന ടെഡിനോട് നിനക്കും ആ ഹറോൾഡിന്റെ വൈഫിനും എന്താ നടക്കുന്നേ, നിങ്ങൾ രണ്ടും എപ്പം നോക്കിയാലും അങ്ങ് സംസാരമാണല്ലോ എന്ന് ആക്കി തിരക്കുകയാണ് ബിൽ. അയാളുടെ ശ്രദ്ധ ഒന്നും മാറുന്ന ടൈമിൽ താൻ തേടി വന്ന പാഴ്സൽ കാണുന്ന ടെഡ് വേഗത്തിൽ അത് അടിച്ചു മാറ്റുകയാണ്. ശേഷം ഓ സോറി, ഇത് തെരേസ ബർക്കിനല്ലായിരുന്നു, തെരേസ കുക്കിനായിരുന്നു എന്ന് പരങ്ങി നിൽക്കുമ്പോൾ എന്തോ സംശയം തോന്നുന്ന ബിൽ ടെഡിനോട് വേഗം അവിടെ നിറങ്ങിപ്പോകാൻ പറയുകയാണ്. ആ പാക്കേജും എടുത്ത് റെസ്റ്റോറൻറ്റിലേക്ക് നോക്കി പോകുന്ന ടെഡിനെ ബില്ലും ഡെലിവറി വാനിൻ്റെ അടുത്തേക്ക് ടെഡിനെ നോക്കുന്ന കെയ്റ്റിനെ തെരേസയും ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ നിനക്കും ഹറോൾഡിനും പുതിയ വീട് വേണോ എന്ന് കെയ്റ്റിനോട് എടുത്തു ചോദിക്കുകയാണ് തെരേസ.
തന്റെ ഉദ്ദേശം നടന്നതോടെ തനിക്ക് വീടൊന്നും വേണ്ട, തങ്ങൾക്കിടയിൽ ഒരു വല്ലായ്മയും ഇനി വേണ്ടെന്ന് പറയാൻ വന്നതാണെന്ന് വേഗം അവിടുന്ന് ഇറങ്ങുകയാണ് കേറ്റ്. ഈ സമയം ഹറോൾഡിന്റെ അടുത്ത് വരുന്ന ടെഡ് ആ പാഴ്സൽ ഹറോൾഡിനെ ഏൽപ്പിച്ച് സൈനൊക്കെ ചെയ്യിപ്പിച്ച് പോവുകയാണ്. മറുവശത്ത് 2000 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യന്മാർ ഇല്ലാത്ത പുതിയൊരു ലോകത്തിൽ അന്ന് മനുഷ്യവംശം ബാക്കി കാണാനും വീണ്ടും വംശം നിലനിർത്താനും വേണ്ട നടപടികൾ എടുക്കുന്ന ഈ തീരുമാനം തന്റേതായിരുന്നു എന്നൊക്കെ അഭിമാനത്തിൽ ഈതനോട് പറഞ്ഞു നിൽക്കുകയാണ് പിൽച്ചർ. ഈ സമയം പാഴ്സൽ പൊട്ടിച്ച ഹറോൾഡ് അതിനുള്ളിൽ നിന്ന് ഒരു ക്ലോക്ക് എടുത്ത് അതിൽ ചില വയേഴ്സൊക്കെ പിടിപ്പിച്ച് എന്തോ ഒന്നിന്റെ നിർമ്മാണത്തിൽ നിൽക്കുകയാണ്. ഒരു വശത്ത് സർവൈലൻസ് റൂമിലെത്തിയ ഈതൻ, അതിനും അപ്പുറം പിൽച്ചറിന്റെ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലവും അവിടെ എല്ലാവരും ഉറക്കത്തിലാണെന്നും കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അതൊക്കെ കാട്ടിക്കൊടുത്ത് അഭിമാനത്തിൽ നടക്കുകയാണ് പിൽച്ചർ. അതിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ട ഈതൻ ആ പെൺകുട്ടി ഒരിക്കലും ഇങ്ങനെ ഒരു ലൈഫ് തിരഞ്ഞെടുക്കാൻ വഴിയില്ലെന്നും ഇവിടെയുള്ള ആരും അവരുടെ പ്രസന്റ് ലൈഫിൽ ജീവിക്കാതെ 2000 വർഷങ്ങൾക്കപ്പുറം ജീവിക്കാൻ വേണ്ടി പോവില്ലെന്നും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പിൽച്ചറിന് ആര് അധികാരം തന്നു എന്നും പിൽച്ചറിനെ ചോദ്യം ചെയ്യുകയാണ്. അതിന് ഇതെന്റെ അവകാശമാ, നിങ്ങളുടെ അയൽക്കാരൻ്റെ വീട്ടിൽ തീ പിടിച്ചാൽ നിങ്ങൾ അവരെ രക്ഷിക്കാൻ ശ്രമിക്കില്ലേ ഈതൻ? അതോ പുറത്ത് പേടികൊണ്ട് മാറി നിൽക്കുമോ? അതുപോലെ ഈ പെൺകുട്ടി ഭാവിയിൽ അവളുടെ കുടുംബത്തിൻ്റെ വേരില്ലാതാവുന്നത് തടയാൻ വേണ്ടി നേരിട്ട് പോരാടുന്നതാണ്. അതിന് ചിലപ്പോൾ ചില ത്യാഗങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നെന്നിരിക്കും. എനിക്കും പ്രിയപ്പെട്ട എത്രയോ ആളുകളുണ്ടായിരുന്നു, അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ടാ ഞാൻ ഇതിനൊക്കെ ഇറങ്ങിയത്. എന്നെ ആരും തിരഞ്ഞെടുത്തതല്ല, പകരം ഞാനിത് ചെയ്യേണ്ടതാണ് മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന് എന്ന് വിശദീകരണം നൽകി നിൽക്കുകയാണ് പിൽച്ചർ. ഇനി നമ്മൾ വീണ്ടും 1990 കാലഘട്ടത്തിലെ ഫ്ലാഷ് ബാക്ക് ആണ് കാണുന്നത്. ഹിപ്നോ തെറാപ്പിസ്റ്റായ മെഗനെ പിൽച്ചറിന് പരിചയപ്പെടുത്തുകയാണ് പാം. മെഗനെ പിൽച്ചറിന്റെ ആശയങ്ങൾ മനസ്സിലാവുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് പക്ഷെ തനിക്ക് ഈ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ട ആളുകളായിട്ടില്ലെന്നും ആളുകൾക്കെല്ലാം കാര്യം മനസ്സിലാവാൻ ഇനിയും ടൈം എടുക്കുമെന്നും വിഷമത്തിലിരിക്കുകയായിരുന്നു പിൽച്ചർ. അത് കേട്ട മെഗൻ, ആളുകൾക്ക് കാര്യം മനസ്സിലായി വരാൻ ടൈം എടുക്കുമെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നത് നോക്കിയിരിക്കാതെ വേണ്ടത് അങ്ങ് ചെയ്യാനും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പിന്നീട് അവർക്ക് മനസ്സിലായിക്കൊള്ളുമെന്നും പിൽച്ചറിന് പുതിയൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അതെ, മെഗനായിരുന്നു അപ്പോൾ പിൽച്ചർ ഈ ആളുകളെ അവരുടെ സമ്മതമില്ലാതെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നതിന്റെ സൂത്രധാരി. അങ്ങനെ തന്റെ കമ്പനിയിൽ സെക്യൂരിറ്റി ഡ്യൂട്ടി ചെയ്തിരുന്ന പോപ്പിനെ അയാളുടെ ഒറ്റപ്പെട്ട ഭൂതകാലവും കുട്ടിക്കാലത്തെ ജയിൽ ജീവിതവും ഒക്കെ ഓർമ്മിപ്പിച്ച് ഇമോഷണലി തളർത്തുകയാണ് പിൽച്ചർ. എന്നാൽ തന്റെ കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ തിരുത്തി ഫിലാഡൽഫിയയിലെ പോലീസ് അക്കാഡമിയിൽ പഠിച്ചതും ഇപ്പോൾ തന്റെ നായക്കൊപ്പം മാന്യമായി ജീവിക്കുന്നതും പറയുകയാണ് പോപ്പ്. അത് കേട്ട് ജീവിതത്തിൽ പോപ്പിന്റെ പോലെ വേദന നിറഞ്ഞ പാസ്റ്റുള്ള ആളുകൾക്ക് വേണ്ടി താൻ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ടെന്നും അവർക്ക് ഇൻക്രെഡിബിൾ ആയ ഒരു ഭാവി തുടങ്ങാനുള്ള അവസരം നൽകുവാണെന്നും തന്റെ ആശയങ്ങൾ പറയുന്ന പിൽച്ചർ ഒടുവിൽ പോപ്പിനെ തനിക്കൊപ്പം കൂട്ടുകയാണ്. അങ്ങനെ പോപ്പിനെ കൊണ്ട് നഗരത്തിൽ പ്രശസ്തരായതും എന്നാൽ എന്തെങ്കിലും കൈപ്പിഴകൾ കൊണ്ട് തെറ്റുകളുടെ ഭാഗമായി ഒതുക്കപ്പെട്ടവരുമായ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിനായി കടത്തിക്കൊണ്ടുവരികയാണ് പിൽച്ചർ. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ തെരേസയുടെ ഓഫീസിൽ ജോലി കഴിഞ്ഞ് ആദ്യം ഇറങ്ങുകയാണ് ബിൽ. അതോടെ പ്ലോട്ട് 33യുടെ സർവേയർ മാപ്പ് കീറിയെടുക്കുകയാണ് തെരേസ. ശേഷം ആ പ്ലോട്ട് 33യിലെത്തി അവിടെ കാട് കയറി ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ഷെഡ് കണ്ടു നിൽക്കുകയാണ് തെരേസ. മറുവശത്ത് ആളുകളുടെ സമ്മതമില്ലാതെ പിൽച്ചർ ഈ ചെയ്യുന്നത് ന്യായീകരിക്കാൻ സാധിക്കാത്ത തെറ്റാണെന്ന് ഉറച്ചു നിൽക്കുകയാണ് ഈതൻ. അതിന് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് നോക്കുന്ന റേസ്, ജെൻഡർ എന്ന് വേണ്ട ഒരാളുടെ ബ്യൂട്ടി, ഹൈറ്റ് എന്നൊക്കെ തരംതിരിച്ച് കാണുന്ന ഈ ലോകത്തിൽ ഓരോരുത്തരുടെയും ജീവിതം അവരവരാണോ തീരുമാനിക്കുന്നതെന്ന് നിൽക്കുകയാണ് പിൽച്ചർ. അത് അവരുടെ വിധിയാണെന്നും ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ വിധി തീരുമാനിക്കുന്നില്ലെന്നും ഈതൻ തർക്കിക്കുമ്പോൾ പിന്നെ യുദ്ധങ്ങൾ നടക്കുന്നതും അതിൽ സാധാരണ സോൾജിയേഴ്സ് പോയി പോരാടി മരിക്കുന്നതും ഒക്കെ ഓരോ ലീഡേഴ്സ് തീരുമാനിച്ചിട്ടല്ലേ എന്ന് ഈതനെ ഉത്തരം മുട്ടിക്കുന്ന പിൽച്ചർ. ഈതൻ ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ താൻ തന്നോട് തന്നെ 1000 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്നും പക്ഷേ തൻ്റെ ഈ കഷ്ടപ്പാട്, ത്യാഗം ഒക്കെ തൻ്റെ കണ്ടെത്തൽ ശരിയായിരുന്നു എന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം മാറിയ ലോകം കണ്ട് തനിക്ക് ബോധ്യപ്പെട്ടതാണെന്നും ആ ഓർമ്മകൾ പറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഇവരെല്ലാം 2000 വർഷങ്ങൾക്കിപ്പുറവും ഇവിടെ എത്തിയതിനെ പറ്റി പറയുകയാണ് പിൽച്ചർ. വർഷം 2014 ഈ ലോകത്തോട് വിട പറഞ്ഞ ഞങ്ങൾ 2000 വർഷങ്ങൾക്ക് ശേഷം ഹൈപ്പർ സ്ലീപ്പിൽ നിന്നുണർന്നു. എൻ്റെ അൽഗോരിതംസ് പ്രകാരം മിനിമം 2000 വർഷങ്ങളെങ്കിലും വേണ്ടിയിരുന്നു എല്ലാം ഒന്ന് നേരെയാകാൻ, ഭൂമിക്ക് സ്വയം ഒന്ന് റീസെറ്റ് ചെയ്യാൻ. അങ്ങനെ എൻ്റെ വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെയും റിസർച്ചിൻ്റെയും ഫലമായി അന്നുണരുമ്പോൾ ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന മനുഷ്യവർഗം ഞങ്ങൾ മാത്രമായിരുന്നു എന്ന് പറയുകയാണ് പിൽച്ചർ. എത്ര വർഷം എടുത്തു ഈ വേവഡ് പൈനെ ഇന്ന് കാണുന്ന പോലെ റീബിൽഡ് ചെയ്യാൻ?
എന്ന ഈതന്റെ ചോദ്യത്തിന് വെറും 2 വർഷം എന്ന് പറയുകയാണ് പിൽച്ചർ. ശേഷം ഈതനെ തന്റെ പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുവന്ന പിൽച്ചർ ഇവിടെ ഇപ്പോൾ ആബീസിൽ നിന്ന് ഈ ഉള്ള മനുഷ്യന്മാരെ സംരക്ഷിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്നും ഇത് ഒരു ചെറിയ ടൗൺ അല്ല, പുതിയൊരു സിവിലൈസേഷൻ ആണെന്നും അത് മനസ്സിലാക്കാതെ ചിലർ ഇവിടെ ചാരപ്പണി ചെയ്യുന്നുണ്ടെന്ന് വിവരിക്കുകയാണ്. ഈ സമയം പിൽച്ചർ ഉദ്ദേശിച്ച ആ ചാരപ്പണി ചെയ്യുകയാണ് കെയ്റ്റും ഹറോൾഡും. ഒരു ടൈം ബോംബായിരുന്നു ഹറോൾഡ് ഈ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുമെന്ന് മനസ്സിലാക്കി മടിച്ചു നിൽക്കുകയാണ് ഹറോൾഡ്. പിന്നെ ഇവിടെ അല്ലാതെ തന്നെ എത്രയോ നിരപരാധികൾ അവർ കൊല്ലുന്നു. ഇതിനെ തുടർന്നുള്ള എന്തും നേരിടാൻ ഞാൻ തയ്യാറാ. നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അവിടെ നിന്റെ ഫിയാൻസെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കതും ഫേസ് ചെയ്യാം. നീ എൻ്റെ കൂടെ നിൽക്കില്ലേ എന്ന് ഹറോൾഡിനോട് ചോദിച്ചു നിൽക്കുകയാണ് കെയ്റ്റ്. അതോടെ കെയ്റ്റിനൊപ്പം താൻ നിൽക്കുമെന്ന് വാക്ക് കൊടുക്കുകയാണ് ഹറോൾഡ്. മറുവശത്ത് ഇവിടെ ആരോ ചാരപ്പണി എടുക്കുന്നുണ്ടെന്നും ഗവൺമെന്റോ ആർമിയോ ഇല്ലാത്തതിനാൽ ഈദിന്റെ പോലെ കഴിവുള്ള ഒരാൾ ഇവിടെ നോക്കി നടത്താൻ വേണമെന്നാണ് താൻ ഈദിനെ ഹൈബർനേഷൻ സ്ലീപ്പിൽ നിന്ന് ഉണർത്തിയതെന്ന് അറിയിക്കുകയാണ് പിൽച്ചർ. തനിക്ക് പിൽച്ചറിനോട് സഹകരിക്കാൻ സൗകര്യമില്ലെന്നിരിക്കുകയാണ് ഈദൻ. ഇനി നമ്മൾ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട തകർന്ന വേവഡ് നഗരമാണ് കാണുന്നത്. ഒപ്പം മറ്റൊരു ടെസ്റ്റ് കൂടി പറയുകയാണ് പിൽച്ചർ. അതായത് ഈദനും ഭാര്യയും മകനും ഉൾപ്പെടുന്ന ഇപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം ഗ്രൂപ്പ് ബി ആയിരുന്നത്രേ. അത് കേട്ട് അപ്പോ ഗ്രൂപ്പ് എ ഉണ്ടായിരുന്നോ എന്ന് ഞെട്ടിക്കുകയാണ് ഈദൻ. അതിന് താൻ ഇതിനു മുൻപ് ഇവിടെ ഉണർത്തിയ ആളുകളോട് സത്യങ്ങൾ പറഞ്ഞതും അതിന്റെ പരിണിത ഫലം ക്യാൻസർ പോലെ പതിയെ പടർന്ന് ഇവിടെ എല്ലാവരെയും ഇല്ലാതാക്കിയെന്നും അന്ന് താൻ പറയുന്നത് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ ചിലർ ഉണ്ടായിരുന്നുവെന്നും രക്ഷപ്പെടാൻ നോക്കിയ അവർക്ക് പക്ഷേ ഇവിടെ അധികം ജീവിക്കാനായില്ലെന്നും താൻ പറഞ്ഞത് വിശ്വസിച്ചവർ ഗുഹകളിൽ എന്ന പോലെ വീടുകളിൽ ഒളിച്ചെന്നും സത്യങ്ങൾ വീർപ്പുമുട്ടിച്ച അവർ ഒടുവിൽ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്തെന്നും വിവരിക്കുകയാണ്. അതായത് അന്ധരായ മനുഷ്യന്മാർക്ക് പെട്ടെന്ന് പ്രകാശത്തിലേക്ക് കണ്ണു തുറന്നു പിടിക്കാൻ പറ്റാത്തതുപോലെ ഇവിടെയുള്ള ആളുകൾക്ക് സത്യം ഉൾക്കൊള്ളാൻ സമയമെടുക്കുമെന്ന് കൂടി പറയുന്ന പിൽച്ചർ. ഇതിനാലാണ് തങ്ങൾ ഇവിടെയുള്ള മുതിർന്നവരിൽ നിന്ന് സത്യങ്ങൾ മറച്ചുവെക്കുന്നതെന്നും പക്ഷെ കുട്ടികൾക്ക് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും അതിനാൽ അവർക്കെല്ലാം അറിയാമെന്നും കൂടി പറയുകയാണ്. അത് കേട്ട് തന്റെ മകൻ ബെന്നിന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാമെന്ന് മനസ്സിലാക്കി ഞെട്ടിയിരിക്കുകയാണ് ഈദൻ. ഈ സമയം 2095 അവസാന കോയിനും കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി താൻ അറിഞ്ഞ സത്യങ്ങൾ ഓർത്ത് വിങ്ങി നിൽക്കുകയാണ് ബെൻ. മറുവശത്ത് ഇവിടെ ഇനി ഈദിനെ തന്നെ ചോദ്യം ചെയ്യാനോ തനിക്ക് ആരോടും മാപ്പ് പറയാനോ ഒന്നും നേരമില്ലെന്നും ഇവിടെ ചാരപ്പണി ചെയ്യുന്നവർ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിലൂടെ ആബീസ് ഈ ടൗണിലെത്തി എല്ലാവരുടെയും മരണം മാത്രമേ നടക്കൂ എന്നും അവർ മൈക്രോ ചിപ്പ് പോലും റിമൂവ് ചെയ്തിട്ടുണ്ടെന്നും അവരൊക്കെ എത്ര പേരുണ്ടെന്ന് തനിക്ക് അറിയില്ലെന്നും അവർ ആ ഇലക്ട്രിക് ഫെൻസ് തകർത്താൽ ഇവിടെ എല്ലാം തീരുമെന്നും അതിനാൽ തനിക്ക് ഒപ്പം നിൽക്കണമെന്ന് ഈദിനോട് അഭ്യർത്ഥിക്കുകയാണ് പിൽച്ചർ. എല്ലാം കേട്ട ഈദൻ ഇവിടെ ഒരു തരത്തിലും ആരും കൊല്ലപ്പെടാൻ താൻ ഇനി അനുവദിക്കില്ലെന്നിരിക്കുകയാണ്. അത് കേട്ട് പിൽച്ചർ സന്തോഷിക്കുമ്പോൾ ഇത് അയാൾക്ക് വേണ്ടിയല്ല താൻ ചെയ്യുന്നത് എന്നിരിക്കുകയാണ് ഈദൻ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഈ സമയം ഇവിടുത്തെ കഥകൾ അറിയാതെ ടൈം ബോംബ് നിർമ്മിച്ചു കഴിഞ്ഞ് അടുത്ത പദ്ധതി നടപ്പിലാക്കാൻ നിൽക്കുകയാണ് ഹറോൾഡും കെയ്റ്റും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ കെയ്റ്റും ഹറോൾഡും വേവഡിലെ ഇലക്ട്രിക് ഫെൻസ് തകർക്കുമോ? ആബീസ് ഈ ടൗണിലേക്ക് എത്തുമോ? സത്യങ്ങളെല്ലാം ഇവിടെയുള്ള എല്ലാവരും അറിയോ? കാത്തിരിക്കുക, കഥ തുടരും. Till then, it's your Hyra signing off. Bye.